ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻസ് ടു ബി ബുക്ക് മാർക്ക്ഡ് എന്ന് പറയുന്ന ശനി ഞായറും, അതായത് ഞായറാഴ്ചയും ശനിയാഴ്ചയും ആ ഒരു വീക്കെൻഡ് ഡേയ്സിൽ റിവിഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സെൽഫ് സ്റ്റഡി ഷെഡ്യൂളിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ ഒരു സീരീസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചേക്കുന്നതാണ്. അതായത് അത്യാവശ്യം പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പുതിയ ട്രിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉറയ്ക്കാൻ പറ്റുന്ന ഈ 4 കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമ്മുടെ സെൽഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക് ബുക്കോ മാത്സിൻ്റെ നോട്ട്ബുക്കിലോ ഒക്കെ അത്യാവശ്യം റെക്കോർഡ് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ പഠിച്ചാൽ ഉപകാരം കിട്ടുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് പോകുന്നൊരു സീരീസാണ്. അതായത് ഒന്നെങ്കിൽ അതിലൊരു ട്രിക്ക് കാണും, അല്ലെങ്കിൽ അത്യാവശ്യം കൺസെപ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതും അല്ലെങ്കിൽ എന്തായിരിക്കും പുതിയതായിട്ട് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പം അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ആദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഇടയ്ക്കത്തെ ഷിഫ്റ്റിൽ ചോദിക്കാറുണ്ട്. നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിന് ആദ്യം എൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. നോക്കിയേ, 1/1 × 4 പ്ലസ് 1/4 × 7 പ്ലസ് 1/7 × 10 പ്ലസ് 1 അങ്ങനെ പോയി 1/13 × 16 വരെയുണ്ട്. അതായത് ഈ ഓരോ ഡിനോമിനേറ്ററിൽ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാരുടെ മൾട്ടിപ്ലിക്കേഷനാണ് ഈ ഡിനോമിനേറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ആ 2 ആൾക്കാർ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കിയാൽ 4 × 4 - 1 3, ഇവിടെ 7 - 4 3, അങ്ങനെ 3 ഡിഫറൻസ് വെച്ചിട്ടാണ് ഓരോ ഡിനോമിനേറ്റേഴ്സെ ആൾക്കാരെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് പ്രോഗ്രസ് ചെയ്ത് പോകുന്നെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ടോട്ടൽ സം വാല്യൂ, അതായത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 1/ difference of denominators into 1/ first value of denominator minus 1/ last value of denominator. അത് ഏതാ? ലാസ്റ്റ് വാല്യൂ ഓഫ് ഡിനോമിനേറ്റർ ഓഫ് ലാസ്റ്റ് ടേം എന്നും കൂടെ പറയണം. അതായത് ആദ്യത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് വാല്യൂ ആൻഡ് 1/ അവസാനത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ലാസ്റ്റ് വാല്യൂ. അപ്പോൾ ഇത് ചെയ്യാൻ നേരം നോക്കിക്കേ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 1/ ഡിഫറൻസ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്, ഓരോ ഡിനോമിനേറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. അപ്പോൾ 1/3 ഇൻറ്റു 1/ ഇനി ആദ്യത്തെ ടേം ഏതാ? ഇതല്ലേ, ഇതിൻ്റെ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് വാല്യൂ ഏതാ? 1. അപ്പോൾ 1/1 മൈനസ് 1/ ലാസ്റ്റ് ടേമിൻ്റെ 1/ ലാസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്ററിലെ ലാസ്റ്റ് ടേം ഏതാ? അതായത് ലാസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഇതും അല്ലേ, ഇതിനകത്തെ 16, അതായത് ലാസ്റ്റ് വാല്യൂ 16 ഓർഡറിൽ എഴുതിയിട്ടെ. അപ്പോൾ ഇത് ചെയ്യാൻ നേരം 1/3 ഇൻറ്റു 1 മൈനസ് 1/16 15/16 വരും. അതായത് 3 കൊണ്ട് വെട്ടാൻ നേരം 5/16 വിൽ ബി യുവർ ആൻസർ. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊരു മെത്തേഡ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പോളിനോമിയൽസ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. അതായത് ഒരു ഫങ്ഷൻ, ഈ ഒരു സാധനം, ഈ ഓരോ കാര്യങ്ങളെ നമ്മൾ പോളിനോമിയൽസ്, അതായത് എക്സിൻ്റെ ഹയർ പവേഴ്സിലെ x² x³ x⁴ ചേർത്ത് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻസിനാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് സാധാരണ വിളിച്ചു വരുന്നത്. അപ്പോൾ ആ പോളിനോമിയൽസിൽ 2 എണ്ണം, kx³ + 4x² + 3x - 4 ആൻഡ് x³ - 4x + k, ഈ 2 പോളിനോമിയൽസും സെയിം റിമൈൻഡർ ലീവ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. എപ്പോൾ? വെൻ ഡിവൈഡഡ് ബൈ x - 3. x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ തരുമെങ്കിൽ വാല്യൂ ഓഫ് k എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 0 തരുന്നത്, അതായത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ റിമൈൻഡർ സെയിം തരുന്നത്. അപ്പോൾ x - 3 നമ്മൾ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യും. സോ എത്ര വരും? x - 3 x = 3 വരണം. അതായത് ഈ 3 എക്സിന് ഇട്ട് കൊടുക്കണം, എക്സിന് ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. kx³ അതിൽ 3ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തേ, എക്സിന് 3 ഇട്ട് കൊടുത്തേ, k × 3³ + 4 × 3² + 3 × 3 - 4 ഈസ് ഈക്വൽ ടു, കാരണം രണ്ടിനും സെയിം റിമൈൻഡർ അല്ലേ കിട്ടുന്നത്,
എക്സ് ക്യൂബ് 3 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 3 പ്ലസ് കെ. ഇത് ചെയ്യാൻ നേരം 27k പ്ലസ് 9 ഇൻറ്റു 4 36 പ്ലസ് 9 മൈനസ് 4 ഈസ് ഈക്വൽ ടു 27 മൈനസ് 12 പ്ലസ് കെ. അതായത് 26k, ഇത് പോകുന്നേരം 5, ഇത് 41, അപ്പം 27 12 15 മൈനസ് 41, അത് 26 മൈനസ് 26k, സോറി മൈനസ് 26. അതായത് കെൻ്റെ വാല്യൂ എത്ര വരും? -1 വരും. ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും 2 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, ഏതാ ഈ 2 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അത് രണ്ടിനെയും x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം, x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം എനിക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം ആണെങ്കിൽ, ഞാൻ എന്തോ ചെയ്യണം? ആദ്യം ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ, അങ്ങനെ പോസിബിലിറ്റി ഉള്ള എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം അതിൽ 3 ആണെങ്കിൽ എന്നുള്ള രീതിയിൽ സെയിം റിമൈൻഡേഴ്സ് വരണമെങ്കിൽ x = 3 -3 = 0 ഇട്ട് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ട് നമ്മൾ രണ്ടിടത്തും ഇട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കെൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഈ വീഡിയോ അത്യാവശ്യം ബേസിക് ക്ലിയർ ആയ ആൾക്കാർ മാത്രമേ കാണാവുള്ളൂ. കാരണം ബിഗിനേഴ്സിന് ഞാൻ അല്ലാതെ വീഡിയോസ് പോകുന്നുണ്ട്, അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ആസ്പിറൻസിന്. ഇത് അത്യാവശ്യം നിങ്ങളിപ്പം പഠിച്ച് നിങ്ങൾക്ക് അപ്പം അത്യാവശ്യം മാത്സിൻ്റെ സെക്ഷനിലൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങളുടെ മോക്ക് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ വെച്ച് 2 trains start at the same time from A and B and proceed towards each other at the speed of 75 km/h and 50 km/h respectively. When both meet at a point in between, one found to be travelled 175 km more than the other, find the distance between A and B എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ എയും ഉണ്ട് ബിയും ഉണ്ട്, 2 സ്ഥലങ്ങളില്ലേ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്കറിയത്തില്ല, പക്ഷേ ഇവർ ഈ ഒരു പോയിന്റിൽ വെച്ച്, O എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്തു. നമ്മൾ സാധാരണ ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ റിലേറ്റീവ് സ്പീഡ് വെച്ച് കണ്ടുപിടിക്കും. അത് വേണ്ട, ഇവിടെ ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സെയിം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 പേരും ഏതൊക്കെ 2 സ്പീഡിൽ സഞ്ചരിച്ചാലും അവർ സെയിം ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വേറൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. നോക്കിക്കേ, ആദ്യത്തെ ആളുടെ സ്പീഡ് എത്ര? 75 km/h. രണ്ടാമത്തെ ആളുടെ സ്പീഡ് എത്ര? 50 km/h. റേഷ്യോ എടുക്കുമ്പോൾ 3:2 വരും. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും എന്ത് തന്നെ വരും? 3:2 വരും. അപ്പം ആദ്യത്തെ ആൾ എത്ര സഞ്ചരിച്ചു എന്നാ? 1 to be found traveled 175 km more than the other. ഒരാൾ മറ്റേ ആളേക്കാൾ 170. അതായത് ഇവിടെ വെച്ച് ഒരാൾ ഇവിടെ മീറ്റ് ചെയ്തു, ഇവിടെ വെച്ച് ഇവിടുന്ന് ഇയാൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഇതിലേതോ ഡിസ്റ്റൻസ് മറ്റേതിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടുന്ന് 2 പേര് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 5 6 7 8 9 കണ്ടോ? അത് 2 പേര് 9 സെക്കൻഡ് കൊണ്ട് ഇവിടെ കണ്ടുമുട്ടും. 9 ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാ. അതായത് ഇവിടുന്ന് ഇവിടം വരെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് സഞ്ചരിക്കുക ഇവിടുന്ന് എടുത്തയാളും ഈ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ ഇവിടുന്ന് എടുത്തയാളും ഇവിടുത്തെ സമയം കോൺസ്റ്റൻ്റ്. അങ്ങനെ സമയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സ്പീഡും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്. അപ്പോൾ O എന്ന് പറഞ്ഞ പോയിന്റിൽ 2 പേരും സഞ്ചരിച്ചെത്തുമ്പോൾ ഉള്ള ദൂരങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. എത്ര? 175 km കൂടുതലാണ്. നോക്കിക്കേ, ഇവിടെ ആരാ കൂടുതൽ സഞ്ചരിച്ചേ? 3 യൂണിറ്റ് സഞ്ചരിച്ച ആളല്ലേ? അയാൾ എത്ര കൂടുതൽ സഞ്ചരിച്ചു? 1 യൂണിറ്റ് കൂടുതൽ സഞ്ചരിച്ചു. അതെത്ര കിലോമീറ്ററാ? 175 kilometers എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും കൂടെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലേ എ ആൻഡ് ബി. അതായത് ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ. അതെത്ര? 3 + 2. 1 യൂണിറ്റ് 175ആണ്. 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 175 × 5 ചെയ്യണം. എത്ര വരും? 500 875. 875 കിലോമീറ്റർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ. എന്തായാലും
575 ഇൻറ്റു വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും 500 പുറത്ത് അല്ലെങ്കിൽ 600 875 വരാനേ സാധ്യതയുള്ളൂ. നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാവുന്നവർ ചെയ്തിട്ട് പറഞ്ഞേ. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഇതിനെ എ എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാവുന്ന എന്താ ചോദിച്ചെങ്കിൽ എനിക്ക് കിട്ടാവുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് പി ഓഫ് മൈനസ് ബി ബൈ എ, സോറി പി ഓഫ് ബി ബൈ എ ആയിരിക്കും. പി ഓഫ് ബി ബൈ എ ആയിരിക്കും. ഇത് ആലോചിച്ച് വെച്ചു. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ എ എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ടല്ല ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി പി ഓഫ് ബി ബൈ എ കണ്ടുപിടിക്കണം. അത് എത്രയാണോ അതായിരിക്കും ആൻസർ വരുന്നത്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം എ എക്സ് മൈനസ് ബി, അതായത് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ് മൈനസ് വൺ, എക്സ് മൈനസ് വൺ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. ബിൻ്റെ സ്ഥാനത്ത് എത്ര? ബിൻ്റെ സ്ഥാനത്ത് 1 വരും. സോ എ എക്സ് പ്ലസ് ബി ആണ്, എക്സ് പ്ലസ് ബി. അപ്പോൾ ബിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 വരും. നമ്മളിനി എന്തോ ചെയ്യണ്ടേ? ബി ബൈ എ എത്ര വരും? 1/1 1 വരും. അതായത് പി ഓഫ് 1 ഇട്ട് കൊടുക്കണം. പി ഓഫ് 1 ഇട്ട് കൊടുക്കാൻ നേരം എന്ത് വരും? പി ഓഫ് എക്സ് ആണ്, പി ഓഫ് എക്സ് ആണ് ഈ തന്നേക്കുന്നത് എക്സ് റേസ് ടു 97 മൈനസ് 1 എന്ന് പറയുന്നത്. അതായത് പി ഓഫ് 1 എത്ര വരും? പി ഓഫ് മൈനസ് 1 1ഉം ബി എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പോൾ പി ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 97 മൈനസ് 1 റേസ് ടു 97 മൈനസ് 1. അതായത് 1ൻ്റെ ഏത് പവറായാലും അത് തന്നെയാണ്. -1ൻ്റെ ഏത് പവറായാലും 1 തന്നെയാണ് ആൻസർ. അപ്പം -1 -2 ആയിരിക്കും ആൻസർ. ഇതൊന്നുകൂടെ നോക്കി ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം പി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പോളിനോമിയലുണ്ട്. ഈ ക്വസ്റ്റ്യൻ അത് ഏതാ പോളിനോമിയൽ? എക്സ് റേസ് ടു 97 മൈനസ് 1. അതിനെ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതേതാ? എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി പി ഓഫ് ബി ബൈ എ. ബി ഏതാ? ഈ ഇക്വേഷനിൽ കിടക്കുന്ന ബി എയുമായി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര? എ എക്സ് പ്ലസ് ബിക്ക് പകരം എക്സ് മൈനസ് 1 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ബിയുടെ അവിടെ -1, എൻ്റെ അവിടെ 1. അപ്പോൾ പി ഓഫ് ബി ബൈ എന്ന് പറയുമ്പോൾ -1/1 -1 വരും. അതായത് പി ഓഫ് -1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് അല്ലേ തന്നേക്കുന്നത്? അങ്ങനെയെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് മാറ്റി പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ എക്സ് മാറ്റി അല്ലെങ്കിൽ എക്സിന് -1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് -2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് സ്റ്റോപ്പേജ് ഒരു കാര്യം മനസ്സിലാക്കണം. സ്റ്റോപ്പേജ് ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് മൈനസ് സ്പീഡ് വിത്ത് സ്റ്റോപ്പേജ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് ഇൻറ്റു 60. ഈ ഒരു ഫോർമുല ആലോചിച്ച് വെച്ചേക്കണം. അതായത് ഒരു ജേർണിയിൽ ഒരാൾ എത്ര സമയം ടോട്ടലി നിർത്തുന്നു എന്നുള്ളത് അയാളുടെ വിത്തൗട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്യാതെ പോയ സ്പീഡ് മൈനസ് സ്പീഡ് വിത്ത്, അതായത് വിത്ത് സ്റ്റോപ്പ്, അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി പോകുന്ന സ്പീഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്, അതായത് സ്റ്റോപ്പേജ് ഇല്ലാതെ പോകുന്ന സ്പീഡ് ഇൻറ്റു 100. ഇത് വരുമ്പോൾ എന്ത് വരും നോക്കിയേ. മൊത്തത്തിൽ അയാൾ മണിക്കൂറിൽ 2 തവണ നിർത്തും. മണിക്കൂറിൽ 2 തവണ അയാൾ നിർത്തും. എത്ര മിനിറ്റ് വെച്ച്? 7.5 മിനിറ്റ് വെച്ച്. അപ്പോൾ ടോട്ടൽ 7.5 ഇൻറ്റു 2 സ്റ്റോപ്പേജ് ടൈം ഈസ് ഈക്വൽ ടു വിത്ത് ഉണ്ട്. ഇഫ് വിത്ത് സ്റ്റോപ്പേജ് സ്പീഡ് ഓഫ് ബസ് 45. അപ്പം വിത്തൗട്ട് സ്റ്റോപ്പേജിന് ഞാൻ എക്സ് എന്ന് എടുത്തു, വിത്ത് സ്റ്റോപ്പേജ് 45.
ബൈ എക്സ് എ ഇൻറ്റു 60. അപ്പോൾ ഈ ചെയ്യാൻ നേരം എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 7.5 ഇൻറ്റു 2 ബൈ 60. 1 മൈനസ് 45 ബൈ എക്സ് അല്ലേ? അപ്പം അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ട, -1 ചെയ്യണം. 45 ബൈ എക്സ്. ഇതിനെ മൊത്തത്തിൽ വെട്ടാൻ നേരം 4, അതായത് 4x 3x. എക്സിൻ്റെ വാല്യൂ 60 km/h എന്ന് കിട്ടും. അതായത് എക്സ് എന്തോ നമ്മൾ ചെയ്തേക്കുന്നത് വിത്തൗട്ട് സ്റ്റോപ്പേജ് സ്പീഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബസ്? ഓക്കെ, അത് ഓപ്ഷൻ നമുക്കില്ല. ഓപ്ഷൻ 60, 50. അതിനിപ്പോൾ ഓപ്ഷൻ എഴുതണ്ട. 60 km/h ആയിരിക്കും എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഒരു ഓപ്ഷൻ മിസ്റ്റേക്ക് വന്നതാണ്, സോറി. അപ്പം ചെയ്തെടുക്കാൻ നേരം ഈ ഒരു ഇത് വെച്ച് ചെയ്തെടുക്കാൻ നേരം ആൻസർ 60 km/h കിട്ടും. അതെന്താ കിട്ടുന്നത്? സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് 60 km/h കിട്ടും. ഇതിങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നോക്കിക്കേ, 1 മണിക്കൂറിൽ അയാൾ എത്ര സമയമാണ് നിർത്തുന്നത്? 2 times per hour. അങ്ങനെ ഒരു തവണ 7.5 മിനിറ്റ്. അപ്പോൾ 7.5 ഗുണം 2 15 മിനിറ്റ് നിർത്തും അല്ലേ? അപ്പം നോക്കിക്കേ, 45 km/h അർത്ഥം എന്താ? 1 മണിക്കൂറിലായാൽ 45 കിലോമീറ്റർ സഞ്ചരിക്കും. പക്ഷെ ആക്ച്വലി 1 കിലോമീറ്ററിലാണോ അയാൾ സഞ്ചരിക്കുന്നത്? 1 മണിക്കൂറിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോയി. ബാക്കി എത്ര? അതായത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ 15 മിനിറ്റും പോയി റിമൈനിങ് 45 മിനിറ്റ് ഉണ്ട്. ഈ 45 മിനിറ്റിലല്ലേ ഇയാൾ 45 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ 60 മിനിറ്റിൽ ഈ രീതിയിൽ ഇയാൾ എത്ര നേരം സഞ്ചരിക്കും? 60 കിലോമീറ്റർ സഞ്ചരിക്കും. അതായത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ഇയാൾ 60 കിലോമീറ്റർ സഞ്ചരിക്കും. എപ്പോൾ? ഇയാൾ നിർത്താതെ പോയി കഴിഞ്ഞ്, സ്റ്റോപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞ്. അപ്പം വിത്തൗട്ട് സ്റ്റോപ്പേജ് സ്പീഡ് എത്ര? മണിക്കൂറിൽ 60 കിലോമീറ്റർ, അതായത് 60 km/h. ഇങ്ങനെയും ചെയ്യും. ഇത് പ്യുവർ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അത് ഓപ്ഷനിൽ വന്ന മിസ്റ്റേക്കാണ്, നമ്മൾ ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തപ്പോൾ, സോറി. എങ്കിലും നമുക്ക് അടുത്ത നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സിൻ്റെയും വർക്കൗട്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് അടുത്ത ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷനിൽ കാണും. 2.5 hours ഡ്യൂറേഷനുള്ള ഒരു സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യാനായിട്ട് വരിക. സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കി ഇരുത്തും. അപ്പോൾ നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവരോടൊപ്പം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഒപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഫർദർ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും മെൻറ്റർ സപ്പോർട്ടും കാണും. പിന്നെ വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്. എക്സ്ട്രീം സർക്കിളിൽ മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും. അവിടെയും നിങ്ങൾ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബേസിക് സെറ്റായവരെ മാത്രം അരിച്ചെടുത്തിട്ട് തുടങ്ങുന്ന ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കി ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഒപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷന് മെൻറ്റർ സപ്പോർട്ടും കാണും. പിന്നെ വരുന്നതാണ് സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കും തോറും ഇറക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും സൂപ്പർ ബാച്ച്. സോ ദാറ്റ് വരുന്ന 2 മാസം അല്ല 1 മാസം ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനെ മാത്രം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ. സോ അതിലും ഈ പറഞ്ഞ പോലെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് കാണും. ബേസിക് സ്ട്രോങ് ആയവരെ മാത്രമേ, കാരണം ഫുൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നൊരു ബാച്ച് ആയിരിക്കും. അപ്പം ബേസിക് സെറ്റ് ആയവരെ മാത്രമേ അവിടെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കട്ട് ഓഫും ഒക്കെ മാൻഡേറ്ററി ആണ്. അവിടെയും കൂടെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് ഫോളോഡ് ബൈ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. ഓൾറെഡി നിങ്ങൾ എക്സാമൊക്കെ എഴുതി ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കംപ്ലൈസൻ്റ് ആയിട്ട് ഇരിക്കേണ്ട, മറിച്ച് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ വർക്കൗട്ട് സെഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ലാസ്റ്റ് വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. എല്ലാ PO എക്സാംസിൻ്റെയും ഫൈനൽ സ്റ്റേജ് ഇൻ്റർവ്യൂ റൗണ്ടാണ്, അല്ല പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും കൂടെ ആയിരിക്കും നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുക. അപ്പോൾ അവിടുത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഏത് എറ്റിക്വറ്റിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ് നിങ്ങൾക്ക് ഈ സെഷനിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അത് ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഓഫ്ലൈൻ കോച്ചിങ്ങും, മറിച്ച് വീടിൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ടു ബി ബുക്ക് മാർട്ട് എന്നുള്ള സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അത്യാവശ്യം ചില ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ഇൻ കേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു ഷിഫ്റ്റിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളവിടെ താഴ്ന്നു പോരും, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവിൽ ഒരു എഡ്ജ് എപ്പോഴും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സീരീസിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരായിരിക്കും. ബൈ.